എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ടുള്ള ഒരു ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോളാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് ഏകദേശം 2 മിനിറ്റോളം അനക്കാതെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഇതുപോലെ എല്ലാം തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ചിക്കൻ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചതച്ചെടുത്ത ഈ ചിക്കൻ ചേർത്ത് ചിക്കൻ റോളിന് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഈ ഓയിലിലേക്ക് ഇതുപോലെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് സവാള നന്നായി സോഫ്റ്റായി കളർ ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന ഒരു വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3-1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ട് മസാല പൗഡറിൻ്റെ പച്ചമണം മാറാനായി ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് മസാലയെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തും ഒരേപോലെ അകത്തൊക്കെ വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പുതിനയിലയും 2 ടീസ്പൂൺ നിറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടിയാലും പുതിനയിലയുടെ അളവ് ഒട്ടും തന്നെ കൂടാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. മല്ലിയിലയും പുതിനയിലയും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് രണ്ടും ഒഴിവാക്കാവുന്നതാണ്. പുതിനയിലയും മല്ലിയിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ റോളിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് മുക്കി നനച്ചെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കാം. കൂടെ തന്നെ മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ബ്രെഡ് സ്ലൈസ് ആണ്. ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ സൈഡ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കൂടെ തന്നെ നമ്മൾ ഒഴിവാക്കിയ ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡും ഒപ്പം തന്നെ 1-2 ബ്രെഡ് കൂടി മിക്സിലൊന്ന് പൊടിച്ചെടുത്ത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് പൊടിഞ്ഞു പോവാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് വെള്ളത്തിലൊന്ന് മുക്കി നനച്ചെടുത്ത ശേഷം വെള്ളം നന്നായി ഒന്ന് പിഴിഞ്ഞു കളഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. ബ്രെഡിൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വിധത്തിൽ ഒന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം മസാല ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. മസാല പുറത്ത് കാണാത്ത വിധം 2 സൈഡും ബ്രെഡ് കൊണ്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ആദ്യത്തെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസ് കൂടി മസാല വെച്ച് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഒന്ന് ഫില്ല് ചെയ്ത് റോളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. സാധാരണ ബേക്കറികളിലും മറ്റും കൂടുതൽ ഓയിൽ ഒഴിച്ചൊന്ന് ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ കൂടുതൽ ഓയിൽ ഒഴിച്ചൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ എല്ലാ സൈഡും വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടിക്കോളും. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് ചിക്കൻ റോൾ ഇതുപോലെ ഓരോന്നായി അകത്തിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ സൈഡും ഒരു ഡാർക്ക് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.